ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് കുറെ പേര് വെറുതെ നടക്കണാണ്. പിന്നെ കിട്ടുന്നത് തന്നെ ഈ 10 രൂപ 15 രൂപ. അതിനാണ് പുറത്ത് ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇപ്പൊ അത്യാവശ്യം തത്ര മുട്ട എല്ലാരും ഒരു +2 അത് കഴിഞ്ഞ് അത്യാവശ്യം ഇതുള്ള ആൾക്കാരൊക്കെയാണ്. ഇവർക്ക് ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള ജോലി ഇവിടെ ഉണ്ടാന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഗവൺമെന്റിനാണെങ്കിൽ എത്രത്തോളം അത് ചെയ്യാൻ പറ്റും? ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് ചെയ്യാം. കേരളം എന്ന് പറഞ്ഞാൽ അധികം റിസോഴ്സസ് ഇല്ലാത്ത സ്ഥലവും ഇവിടെ കൂടുതൽ ബിസിനസ് പരമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കൂടുതൽ എനിക്ക് തോന്നുന്നത് മലബാർ സൈഡിലുള്ള ആൾക്കാരാന്ന് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ചും കൂടി വർക്ക് വൈറ്റ് കോളർ ജോബ്സിന്റെ വർക്ക് നടക്കുന്നവരാണ്. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിനോട് കൂടുതൽ ഞാൻ കണ്ടേക്കണ മലബാർ സൈഡിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ബിസിനസ് മൈൻഡ് സെറ്റ്. അവർക്ക് അവരുടെ ഒരു ബ്ലഡിൽ തന്നെ ഉള്ള പോലെ എനിക്ക് തോന്നിയത്. ഒരു കച്ചവട ബുദ്ധിയുള്ളത്. പണ്ട് കാലത്ത് മലബാർ സൈഡിലാണ് ആൾക്കാർ കൂടുതൽ ദുബായ് സൗദി ഏരിയയിലോട്ട് പോണത്. അവര് 2 കൊല്ലം കഴിയുമ്പോ പൈസ ഉണ്ടാക്കിട്ട് വന്നിട്ട് ബിസിനസ് ചെയ്യാനാണ്. പക്ഷെ ഇവിടെ കൊച്ചിയിലും പോർട്ടൊക്കെ ഉണ്ടായിട്ടും അത്രത്തെ തൃശ്ശൂരാരും അത്യാവശ്യം ഇതാണ്. ലാസ്റ്റ് ആരോ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ബെൻസോളാണ് റോൾസ് റോയ്സ് ഒക്കെ ഉള്ളത് തൃശ്ശൂരാണ്. ഞാൻ സൈഡ് അധികം പോയിട്ടില്ല. പക്ഷെ അത്യാവശ്യം അറിയപ്പെടുന്ന ബിസിനസ്സുകാരൊക്കെ കൂടുതൽ തൃശ്ശൂരിൽ നിന്നാണെന്നാണ് എന്റെ ഒരു ഇത്. ജോസ്കോ, പിന്നെ മറ്റേ ബോച്ചെ, പിന്നെ കുറെ പേരുണ്ട്, യൂസഫ് അലി. പക്ഷേ എല്ലാരും വന്ന് ബിസിനസ് ചെയ്യുന്ന സ്ഥലം കൊച്ചി ഒരു ഹബ്ബാണ് കൊച്ചി. എല്ലാം ഉണ്ട്.